ടോവിനോ തോമസ്. ഡാർവിൻ കുര്യാക്കോസ്. അന്വേഷിപ്പീൻ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തി. ഞങ്ങളെ നല്ലൊരു സിനിമ ഈ വർഷത്തെ ഞങ്ങൾ കണ്ടെത്തി അല്ലെ. 2024 നമ്മൾ കണ്ട പടങ്ങളില് നല്ല മികച്ച ഒരു സിനിമ. ഒരു മലയക്കോട്ടെ വാലിബം കണ്ടതിന്റെ ക്ഷീണം മാറി കിട്ടി. നമുക്ക് ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ടത് ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോർ അടിക്കുന്നില്ല എന്നതാണ്. വളരെ നല്ലൊരു സംവിധാനം ഈ ഒരു സിനിമ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പഴയ കാലമൊക്കെ അതേപോലെ ഒരു 88-90 കാലഘട്ടത്തിലുള്ള നടക്കുന്ന രണ്ട് ക്രൈമുകളാണ്. അത് ഫസ്റ്റ് ഹാഫിന് മുമ്പേ ഒരു കിടിലൻ ക്ലൈമാക്സ്. രണ്ട് കഥകളില് ഒരു ഇന്റർവെല് വരെ ഒരു ക്ലൈമാക്സ് അവിടെ അവസാനിച്ചു. രണ്ടാമത് പുതിയൊരു കഥ തുടങ്ങുന്നു. അതും നല്ല രീതിയിൽ കൊണ്ടെത്തി. പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ്, ട്വിസ്റ്റ്, ഒരു ഗംഭീര ട്വിസ്റ്റ് ഈ സിനിമയില് നമ്മളെ കാത്തിരിക്കുന്നു. ആളാണോ സംശയം നിൽക്കുന്ന സമയത്തും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഈ ഒരു സിനിമയില് വില്ലനായിട്ട് വരുന്നത്. ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല അയാളാണ് ഈ ഒരു സിനിമയിൽ വില്ലെന്ന്. ഞങ്ങൾ ഇങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ പറയും നമ്മൾ പറഞ്ഞ ഒരാളല്ല. ക്ലൈമാക്സിൽ കണ്ടത് വേറൊരു വളരെ വമ്പൻ ട്വിസ്റ്റുള്ള പടം. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ടോവിനോ തോമസിന്റെ അഭിനയം, നല്ല അഭിനയം, നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പോലീസുകാരൻ എങ്ങനെ ആവണം, ബോഡി ലാംഗ്വേജ് കൊണ്ടും അതുപോലെ തന്നെ അഭിനയം കൊണ്ടൊക്കെ എങ്ങനെ ആവണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ അസീസിന്റെ നല്ല അസീസൊക്കെ ഇപ്പൊ നല്ല കോമഡി റോൾ എന്നൊക്കെ ഇപ്പൊ കണ്ണൂർ സ്കോഡിന് ശേഷം അസീസിനൊക്കെ നല്ല റോൾ കിട്ടിയെന്ന് പറയാം. ഇന്റർവെൽ വരെ ഉള്ളൂ. പക്ഷെ ഇന്റർവെൽ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ കോട്ടൻ നസീർ നല്ലൊരു റോളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അഭിനയ ചക്രവർത്തി ആരായിരിക്കും? ആരാണ്? ഇന്ദ്രൻസ് കൊടുത്ത റോള് അതും ഗംഭീരാക്കി അവിടെ. പിന്നെ എടുത്തു പറയേണ്ടത് സിദ്ദീഖ് പിന്നെ പറയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അഭിനയാണ്. ഏത് റോൾ കൊടുത്താലും അതാണ് എടുത്തു പറയേണ്ടത്. സിനിമയിൽ അഭിനയിച്ച എല്ലാവരും, കൂടെ അഭിനയിച്ച പോലീസുകാരും, അതേപോലെ ആരൊക്കെയാണോ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് എല്ലാവരും ഗംഭീര അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഛായാഗ്രഹണം, പ്രതീക്ഷിക്കാത്തൊരു ഷോട്ടും കാര്യങ്ങളുണ്ട്. നല്ല രസത്തിലാണ് ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത്. ഗൗതം ശങ്കർ എന്നാണ് ആളുടെ പേര്. നല്ല വൃത്തിയായിട്ട്, അതായത് ആ ഒരു പഴമയിൽ നമ്മുടെ പുതുമ ഒന്നും വരാതെ ആ ഒരു പഴയ കാലം എങ്ങനെയായിരുന്നു അതേപോലത്തെ വണ്ടികള്, അതേപോലത്തെ കവലകള്, അതേപോലത്തെ വീട് പോലെ കയറി അടിക്കാൻ പറ്റുന്ന ഒരു പടം. കാരണം എന്താ വെച്ചാൽ നമ്മള് സിനിമയ്ക്ക് പോയ സമയത്ത് ഒരാളായിട്ട് ടിക്കറ്റ് എടുക്കുന്നു ഫസ്റ്റ് പറഞ്ഞു. അതെ. എന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ആള് വന്നു, സിനിമ തുടങ്ങേണ്ട മുന്നേ ആളായി. ഇനി റിവ്യൂസും കാരണം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കയറും. ഈ ഒരു പടത്തിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. കാരണം എന്താ പറയുക, ഒരിക്കലും ഒരു സൈഡ് പോലും ഒരു മിനിറ്റ് പോലും നമുക്ക് ബോറടിക്കാതെ കൊണ്ടുപോകുന്നുണ്ട്. അത് തന്നെയാണ് ഇതുപോലത്തെ സിനിമകളെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെന്താ വെച്ചാൽ ഇങ്ങനെ ഇതുപോലത്തെ ക്രൈം ത്രില്ലർ സ്റ്റോറികളൊക്കെ പറയുമ്പോൾ അത് ആൾക്കാരെ പിടിച്ചിട്ടാലും കുറച്ച് കഴിവ്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പാളിച്ച് സംഭവിക്കും, അവിടെ വിടുക സിനിമ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതൊരു പഴയ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണോ ടെക്നോളജി ഉള്ളത്, ആ ടെക്നോളജി വെച്ചിട്ടാണ് കേസ് തെളിയിച്ചിട്ടുള്ളത്. അതും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന സിനിമയാണ്. പിന്നെ എടുത്തു പറയേണ്ട കോമഡി സീനുകൾ, ബാബുരാജിന്റെ കോമഡി സീനുകൾ അടിപൊളിയാണ്. കോമഡിക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല സിനിമയിൽ. കോമഡി പോലീസുകാരുണ്ടല്ലോ ആ കറുത്തിട്ടുള്ള അവനൊക്കെ നല്ല രസത്തില്, ഒരിക്കലും കോമഡി വരാത്ത ഭാഗത്ത് പോലും നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പോലീസ് സിനിമകള്, സസ്പെൻസ് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന സിനിമ. ടിക്കറ്റ് എടുക്കാൻ ധൈര്യമായിട്ട് കാണാം. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാണ്, ഒരു സെക്കൻഡ് പോലെ നമുക്ക് ബോർ അടിച്ചിട്ട് നല്ലൊരു സിനിമ. ഇനിയൊരു സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നുണ്ട്. രണ്ടാം ഭാഗത്തിന്റെ ഒരു സാധനം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷെ രണ്ടാം ഭാഗം കുറച്ചും കൂടി വലിയ കേസായിട്ടാണ് കാണിക്കുന്നത്. അരിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, തോക്കെടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള കേസ് കൂടി ഈ ഒരു ടീമിന് വേണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സിനിമ വിജയിച്ചാൽ മാത്രമേ, തിയേറ്ററിൽ ഈ ഒരു സിനിമ വിജയിച്ച് കളക്ഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് രണ്ടാം ഭാഗം എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി ഒരു പടം കാണുക. നല്ല സിനിമയാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ ഏറ്റവും വലിയ നട്ടൽ എന്ന് പറയുന്നത് ക്ലൈമാക്സ് ആണ്. നമ്മളിപ്പോ അതുവരെ കൊടുത്തിട്ട് ക്ലൈമാക്സ് മോശമായ സിനിമയുടെ മൊത്തം പോകും. ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഗംഭീര ക്ലൈമാക്സ് ആണ്. ഡബിൾ ക്ലൈമാക്സ്, ഒരു ക്ലൈമാക്സ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് സെക്കൻഡ് ഹാഫിൽ വേറൊരു ക്ലൈമാക്സ്. കഥയുടെ കാര്യങ്ങളൊന്നും പറയില്ല. കാരണം രണ്ടും ഒരു കൊലപാതക കേസാണ്. കൊലപാതക കേസ് എങ്ങനെ തെളിയിക്കുന്നു ഉള്ളതാണ്. പടം കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഒരു കൊലപാതക കേസ്, 2 കൊലപാതക കേസ് തെളിയിക്കുകയാണ്. അത് ഒരെണ്ണം ഇന്റർവെല്ലിന് മുമ്പ് അവസാനിക്കും, ഒരെണ്ണം ഇന്റർവെല്ലിന് ശേഷം. ഞാൻ വിചാരിച്ചു ഇന്റർവെല്ലിന് ശേഷം, അതായത് ഇന്റർവെല്ലിന് വരെ ആ ഒരു കേസ് അവസാനിച്ചു, ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന പറയുമ്പോഴാണ് അവിടെ കണ്ട കാര്യം. ഞാൻ അന്വേഷിച്ച കേസിൽ തെളിയാണ്ട് പോയ 4 കേസിൽ ഒരു കേസാണ് പറയുന്നത്. ആ ഒരു ട്രെയിലറിൽ കണ്ട ആ ഒരു കേസ് 1988 നടന്ന കഥയാണ്. 88 നടന്ന കഥ. അതായത് ടെക്നോളജി ഒന്നും ഇല്ല, സൈബർ സെല്ല്, അതുപോലെ തന്നെ CCTV ക്യാമറ, മൊബൈൽ ഫോൺ, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഈ ഒരു ക്രൈം നടത്തിയ ആളിനെ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടത്തില് അത്രയും ടീം അന്വേഷിച്ചിട്ട് നടന്ന കാര്യം ഇവര് കണ്ടെത്തുകയാണ്. ടോവിനോ ടീം കണ്ടെത്തുകയാണ്. അപ്പൊ എന്തായാലും ഈ പടം നിങ്ങൾ എന്തായാലും കാണണം. കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, കാണാത്തവരുണ്ടെങ്കിൽ
സിനിമ എന്തായാലും പോയി കാണുക. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സിനിമ കണ്ടവര് നിങ്ങൾ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ. കാരണം ആളുകൾ കാണുമ്പോൾ കമന്റ്സ് കാണുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടാവും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൂർണ്ണമായിട്ടും ഈ പടം ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും പടം തിയേറ്ററിൽ പോയി കാണുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് വെച്ചിട്ടുള്ള സിനിമയാണ്. പിന്നെ നമ്മളൊരു പൈസ കൊടുത്തൊരു ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ സമയവും ടിക്കറ്റും ഒക്കെ എടുത്തിട്ട് നമ്മൾ സിനിമക്ക് പോകുമ്പോൾ സമയം പോകും പൈസ. അതെ, സമയം പോകും പൈസ പോവില്ല. നല്ലൊരു സിനിമയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും പോയതായിട്ട് ഫീൽ ചെയ്യില്ല. അത് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതെ, നമുക്ക് അവസാനിപ്പിക്കാം. സിനിമ കാണാത്തവര് വേഗം പോയി കണ്ടോളൂ. എന്നാ പിന്നെ മറ്റു ദിവസം മറ്റു വീഡിയോ വീണ്ടും കാണാതിരിക്കും. ബൈ ബൈ.